എല്ലാവരും വിജയം ആഗ്രഹിക്കുന്നു. എല്ലാവരും ബഹുമാനം ആഗ്രഹിക്കുന്നു. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ അത് നേടുന്നുള്ളൂ. എന്തുകൊണ്ട്? കാരണം മിക്ക ആളുകളും സാധാരണക്കാരെ അസാധാരണരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ശക്തിയെ കുറച്ച് കാണുന്നു: ഡിസിപ്ലിൻ. ഇന്ന് ഭാരതത്തിലെ പ്രധാന തന്ത്രജ്ഞനായ ചാണക്യന്റെയും ജപ്പാനിലെ ഇതിഹാസ യോദ്ധാക്കളായ സാമുറായികളുടെയും അറിവും വിജ്ഞാനവും കാഴ്ചപ്പാടുകളും സംയോജിപ്പിച്ച് ഡിസിപ്ലിൻ നിങ്ങളുടെ വിധിയെയും വിജയത്തെയും നിശബ്ദമായി എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് നമുക്ക് പരിശോധിക്കാം. അച്ചടക്കമില്ലാത്തൊരാൾ തകർന്ന ഒരു തോണി പോലെയാണെന്ന്, അഥവാ ഒഴുകി നടക്കുന്നവരും ദിശാബോധമില്ലാത്തവനും ദുർബലനുമാണെന്നും ചാണക്യൻ വിശ്വസിച്ചു. ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം ഒരു ശീലമല്ല, മറിച്ച് അത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി കൂടിയാണെന്ന് പൗരാണിക ജപ്പാനിലെ സമുറായികൾ വിശ്വസിച്ചു. അവർ ബുഷിഡോ എന്ന് വിളിച്ച ഒരു ജീവിത രീതിയാണ്. അത് യോദ്ധാവിന്റെ പാതയാണ്. ചാണക്യൻ ജീവിച്ച ഭാരതവും സാമുറായികൾ ജീവിച്ച ജപ്പാനും കാലവും ഭൂമിശാസ്ത്രവും വ്യത്യസ്തമാണെങ്കിലും രണ്ടും ഒരേ സത്യം പഠിപ്പിച്ചു: നിങ്ങൾ അച്ചടക്കത്തിൽ പ്രാവീണ്യം നേടിയാൽ നിങ്ങൾ ജീവിതത്തിലും പ്രാവീണ്യം നേടും. അതെ, നിങ്ങൾ അച്ചടക്കം പാലിക്കുന്നതിൽ വിജയിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കും. നമുക്ക് അവരുടെ കാലാതീതമായ അറിവുകൾ മനസ്സിലാക്കാം. നമസ്കാരം. മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്കിതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യമായി നമുക്ക് ചാണക്യൻ എന്ന തന്ത്രജ്ഞന്റെ ശിക്ഷണത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ പരിശോധിക്കാം. 1. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ചാണക്യൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് നിലവിലുള്ളതുപോലും നഷ്ടപ്പെടും. അതായത് അതിൻ്റെ അർത്ഥം വികാരങ്ങൾ, പ്രേരണകൾ, അലസത, കോപം, ആഗ്രഹം ഇതൊക്കെയാണോ നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. 2. ദൈനംദിന ദിനചര്യയാണ് വിധി. ചാണക്യൻ തന്റെ വിദ്യാർത്ഥികളെ കർശനമായ ദൈനംദിന ദിനചര്യകൾ പരിശീലിപ്പിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങൾ തീരുമാനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നിങ്ങളുടെ ദിനചര്യ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 3. ചെറിയ സ്വയം വിജയങ്ങളിൽ നിന്ന് ആരംഭിക്കുക. വലിയ യുദ്ധങ്ങൾക്ക് മുമ്പ് ചെറിയ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടാൻ ചാണക്യൻ ഭരണാധികാരികളെ പഠിപ്പിച്ചു. കൃത്യസമയത്ത് ഉണരുക, ഒരു ജോലി പൂർത്തിയാക്കുക, ജീവിതത്തിന് ചിട്ടയായ ഒരു ക്രമം നിലനിർത്തുക. ഈ ചെറിയ വിജയങ്ങൾ ഒരു അചഞ്ചലമായ മനസ്സിനെ സൃഷ്ടിക്കുന്നു. അടുത്തതായി നമുക്ക് സാമുറായികൾ പഠിപ്പിച്ച യോദ്ധാവിന്റെ അച്ചടക്കത്തെക്കുറിച്ച് പരിശോധിക്കാം. 1. ബുഷിഡോ, യോദ്ധാവിന്റെ വഴി. ജപ്പാനിലെ സാമുറായികൾ 7 ഗുണങ്ങൾ പാലിച്ച് ജീവിച്ചു: ബഹുമാനം, ധൈര്യം, വിശ്വസ്തത, പരോപകാരം, സത്യസന്ധത, നീതി, അച്ചടക്കം. മറ്റെല്ലാ ഗുണങ്ങളെയും രൂപപ്പെടുത്തുന്ന അഗ്നിയാണ് ഡിസിപ്ലിൻ എന്ന് അവർ വിശ്വസിച്ചു. 2. പ്രകൃതിയാകുന്നതുവരെ പരിശീലനം. ചലനം ഒരു പ്രതിഫലനമായി മാറുന്നതുവരെ സാമുറായികൾ ആയിരക്കണക്കിന് തവണ വാൾപയറ്റ് അല്ലെങ്കിൽ അഭ്യാസം പരിശീലിച്ചു. പ്രചോദനം തോന്നുന്ന ദിവസത്തിനായി അവർ കാത്തിരുന്നില്ല. പരിശീലനം ആരംഭിക്കാൻ അവർ ഒരു മോട്ടിവേഷനെയും ആശ്രയിച്ചില്ല. ഒരു നല്ല മാനസികാവസ്ഥക്കോ ശക്തമായ ഊർജത്തിനു വേണ്ടിയോ അവർ കാത്തിരുന്നില്ല. അവർ എല്ലാ ദിവസവും പരിശീലനം നേടി. ക്ഷീണം, മടി, ഉന്മേഷമില്ലായ്മ എന്നിവ തോന്നിയപ്പോഴും അവർ പരിശീലനം നേടി. അവരുടെ വിജയത്തിന് കാരണം മോട്ടിവേഷനല്ല, അവരുടെ ഡിസിപ്ലിൻ
അവരെ ശക്തരാക്കി. 3. കഷ്ടപ്പാടുകൾ സ്വീകരിക്കുക. ഒരു സാമുറായി പഴഞ്ചൊല്ല് ഇങ്ങനെ പറയുന്നു: ശീതകാല പരിശീലനം വേനൽക്കാല വിജയം സൃഷ്ടിക്കുന്നു. അസ്വസ്ഥത ഒഴിവാക്കാനാകില്ല, അതിനെ സ്വാഗതം ചെയ്യപ്പെടണം. 3. സംയോജിത ജ്ഞാനം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 1. ഡിസിപ്ലിനും മോട്ടിവേഷനും. മോട്ടിവേഷൻ ഒരു തീപ്പൊരിയാണ്, എന്നാൽ ഡിസിപ്ലിൻ എഞ്ചിനാണ്. 2. പ്രലോഭനം നീക്കം ചെയ്യുക. പരിസ്ഥിതിയാണ് അച്ചടക്കത്തെ രൂപപ്പെടുത്തുന്നതെന്ന് ചാണക്യനും സാമുറായിയും വിശ്വസിച്ചു. വൃത്തിയുള്ള സ്ഥലം, പരിമിതമായ ശ്രദ്ധ, വ്യതിചലനങ്ങൾ, വ്യക്തമായ മുൻഗണനകൾ, ഇതെല്ലാം പ്രധാനമാണ്. 3. ഐഡന്റിറ്റി. ആദ്യം പ്രവർത്തനം അടുത്ത സ്റ്റേജാണ്. ചാണക്യൻ രാജാക്കന്മാരെ പരിശീലിപ്പിച്ചു. സാമുറായികൾ യോദ്ധാക്കളെ പരിശീലിപ്പിച്ചു. അവർ അച്ചടക്കം പാലിക്കുകയായിരുന്നില്ല, അവർ തന്നെ അച്ചടക്കമുള്ള ആളുകളായി മാറി. അതിനർത്ഥം ഡിസിപ്ലിൻ അവർക്കൊരു പ്രവർത്തനമായിരുന്നില്ല, അത് അവരുടെ ഐഡന്റിറ്റിയായിരുന്നു. മിക്ക ആളുകളും ആവശ്യമുള്ളപ്പോൾ മാത്രമേ അച്ചടക്കമുള്ള പ്രവർത്തികൾ ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം അച്ചടക്കം അവർക്കൊരു പ്രവർത്തനമായിരുന്നില്ല എന്നാണ്. ചാണക്യന്റെ വിദ്യാർത്ഥികളും സാമുറായികളും സ്വാഭാവികമായും ഡിസിപ്ലിനുള്ള ആളുകളായി മാറി. ഡിസിപ്ലിൻ എന്നത് ഒരു ശിക്ഷയല്ല, അത് ആത്മാഭിമാനമാണ്. അതൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ്, അതൊരു പവറാണ്. ഡിസിപ്ലിൻ എങ്ങനെയാണ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതെന്ന് ചാണക്യൻ കാണിച്ചു തന്നു. ഡിസിപ്ലിൻ എങ്ങനെ നാശമില്ലാത്ത മനസ്സുകളെ സൃഷ്ടിക്കുന്നുവെന്ന് സാമുറായി കാണിച്ചു തന്നു. നിങ്ങൾ അച്ചടക്കത്തിൽ പ്രാവീണ്യം നേടിയാൽ വിജയം നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.